ഇപ്പം കുറച്ച് നാളായിട്ട് ഈ ചക്ര ഹീലിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് ബോധ്യമായിട്ടുണ്ട്. അതായത് ദേഹരീതിയായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഇതുകൊണ്ട് മാറുമെന്ന്. പക്ഷേ ഇപ്പോഴും ചിലർക്കൊക്കെ ഡൗട്ട്സ് ഉണ്ട്. ഈ മനോരീതിയായിട്ടുള്ള അസുഖങ്ങൾ, അതായത് നെഗറ്റീവ് ഇമോഷൻസ്, അതൊക്കെ എങ്ങനെ മാറും? അതിന് സാധ്യമുണ്ടോ? അതിൻ്റെ പോസിബിലിറ്റി ഉണ്ടോ എന്നാണ് എല്ലാവർക്കും ഒരു സംശയം. പോസിബിലിറ്റി ഉണ്ട്. അതിന് 2 ഉദാഹരണം പറയാം. ചിലപ്പം കൊച്ചു വയസ്സിൽ ഏതെങ്കിലും കൊച്ചുങ്ങളെ സെക്ഷുവലായിട്ട് പീഡിപ്പിക്കുന്നു, വൈകാരിക ക്ഷതം മനസ്സിലുണ്ടായി. അതിന് പേരാണ് ട്രോമ എന്ന് പറയുന്നത്, ചൈൽഡ്ഹുഡ് ട്രോമ. വേറൊരു കാര്യം, ഇനിയൊരു ഉദാഹരണം. അതായത് ഒരു വീട്ടിൽ അമ്മയച്ഛന് സദാസർവകാലം വഴക്ക്. എന്താണെന്ന് വെച്ചാൽ അവിടെ കാശില്ല, അതുകൊണ്ട് അവർ തമ്മിൽ വഴക്ക്. ഈ വഴക്കും കാശില്ല എന്നുള്ള ഇതും കേട്ട് വളരുന്ന ഒരു കൊച്ചിന് എന്തോ മനസ്സിൽ തോന്നും, സബ് കോൺഷ്യസ് ലെവലിൽ അതിനെന്തോ തോന്നും, ജീവിതം എന്ന് വെച്ചാൽ വലിയ കഷ്ടപ്പാടാണ്, എല്ലാവർക്കും ഈ കഷ്ടങ്ങളാണ്, എന്നും ഈ പണം കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ള തെറ്റായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകും. ആ തെറ്റിദ്ധാരണയ്ക്ക് പേരാണ് ലിമിറ്റിംഗ് ബിലീഫ്സ്. അപ്പം ഈ ലിമിറ്റിംഗ് ബിലീഫ്സ്, ഈ ട്രോമ, കൊച്ചുനാളിലുള്ള ട്രോമ, ഇതെല്ലാം ആ കൊച്ചിൻ്റെ ചക്രാസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ ആ ചക്ര ഹീലിംഗ് ചെയ്താൽ മാത്രമേ ഈ കൊച്ച് നാളെ വളർന്നു വരുമ്പോൾ ഒരു നോർമൽ അഡൽട്ടായിട്ട് വളർന്നു വരാൻ പറ്റത്തുള്ളൂ. അപ്പം ചക്ര ഹീലിംഗ് ചെയ്യുന്നത് ദേഹത്തിലുള്ള അസുഖങ്ങൾ മാത്രമല്ല മാറ്റുന്നത്, മനോരീതിയായിട്ടുള്ള പല അസുഖങ്ങളും രോഗങ്ങളും നെഗറ്റീവ് ഇമോഷൻസും ഒക്കെ മാറ്റാൻ സഹായിക്കും. താഴെ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, പേയ്മെൻറ്റ് ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നോക്കുക.